പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദർശൻ ആ സമയത്ത് വിളിച്ചപ്പോൾ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് വേദ. സമയത്തിന് വൈകിയെന്നറിയാം, എന്നാലും സോറി അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ്. ആ കുറി കമ്പനിക്കാരൻ സറണ്ടർ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഒത്തുതീർപ്പിലാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ അവരോട് സ്റ്റേഷനിലേക്ക് 11 മണിയാകുമ്പോൾ വരാൻ പറയണം എന്ന് പറഞ്ഞപ്പോൾ ശരി താങ്ക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെക്കും, ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് വെക്കും. പിന്നീട് പിറ്റേ ദിവസം രാവിലെ വിനായകൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് 11 മണിക്ക് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തുതീർപ്പാണ് നല്ലത് ശരിക്കും വിനായകൻ ചേട്ടാ. കാരണം കോടതിയൊക്കെ ആയിട്ട് പോകുമ്പോൾ കേസൊക്കെ എത്രയോ നാൾ പിടിക്കുന്നു. അപ്പോൾ അത് ശരിയാണ്. വേദ പോരുന്നില്ലേന്ന് ചോദിക്കും. ഞാനില്ല എന്ന് പറയും. പിന്നെ ദർശൻ്റെ ഫീസ് എത്രയാണെന്ന് വെച്ചാൽ ചോദിച്ച് കൊടുത്തേക്കിട്ടാന്ന് പറഞ്ഞപ്പോൾ അത് വേദ എത്ര കൊടുക്കേണ്ടി വരും എന്ന് ചോദിക്കും. വിനായകൻ്റെ മുഖമൊന്നും മങ്ങുന്നുണ്ട്. പക്ഷെ പറയും അതെനിക്കറിയില്ല ചേട്ടാ, ചേട്ടൻ ചോദിച്ച് കൊടുത്താൽ മതി എന്ന് പറയും. അത് കേട്ട് നന്ദിനി വരുന്നുണ്ട്. നിനക്ക് നീ ആർക്ക് പൈസ കൊടുക്കണ കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ നന്ദിനിക്ക് മറുപടി കൊടുക്കാണ്ട് വേദ പോകും. എടി ആ ദർശൻ വക്കീലില്ലേ, അയാൾക്ക് ഫീസ് കൊടുക്കണം എന്നാണ് വേദ പറഞ്ഞത്. അത് ശരി, കയ്യിലുള്ള പോവുകയും ചെയ്ത്. പിന്നെ അയാൾ ആ കേസിൽ ഇടപെട്ടതിന് അയാൾക്ക് കാശ് കൊടുക്കാനോ കൊമ്പത്തുള്ള വക്കീലിനൊക്കെ ഏർപ്പാടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എടി സുരവിത്തെ നീ എന്തറിഞ്ഞിട്ടാണ് പറയണത്? കുറിക്കാരൻ ഹാജരായിട്ടുണ്ട്, നമ്മുടെ കാശ് കിട്ടും നേരോ എന്ന് ചോദിക്കും. അതിനൊരു ഫീസ് എന്ന് പറഞ്ഞു തന്നപ്പോൾ ഈശ്വര ഇനി അതിന് ഫീസ് എത്ര കൊടുക്കേണ്ടി വരും എന്ന് ചോദിച്ചപ്പോൾ നിന്നെ സമ്മതിക്കണം, നഷ്ടപ്പെട്ട കാശ് തിരിച്ചു കിട്ടുന്നതിലല്ല അവൾക്ക് സന്തോഷം എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ പോരാന്ന് പറയും. എന്തിന് എന്ന് ചോദിക്കും. അത് നിങ്ങൾ ആ വക്കീലിന് എത്ര കൊടുക്കുമെന്ന് അറിയണം, വില പേശിയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വിനായകന് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും ഒരുങ്ങി പോകുന്നുണ്ട്. പിന്നീട് ഒരുപാട് നേരം അവർ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ദർശനം വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരമായി സാറേ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടായി, വായോ എന്ന് പറയും. അങ്ങനെ എസ് ഐയുടെ മുറിയിലേക്ക് കയറി ചെല്ലും. എസ് ഐയുടെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ അയാൾ പറയും. നിയമപരമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് നാൾ പിടിക്കും, അതുകൊണ്ട് നിങ്ങൾ എഴുതി ഒപ്പൊക്കെ ഇട്ട് തരണം, കാശ് കിട്ടിയതിന് ശേഷം കേസിന് പോകാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഇല്ല എന്ന് പറയും. പക്ഷേ 6 ലക്ഷം മുഴുവൻ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അതെന്താന്ന് ചോദിക്കും. നിങ്ങൾ വെച്ച കാശ് മാത്രം കിട്ടുള്ളൂ, ഒരുപാട് പേര് അവർ അയാൾക്ക് തിരിച്ചും കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ പണയപ്പാടുകളൊന്നും ആരും തിരിച്ചെടുത്തിട്ടില്ല. അപ്പോൾ ആ കാശൊക്കെ അയാൾക്ക് കിട്ടാനുണ്ടല്ലോ, നിങ്ങൾ എത്രയാണ് വെച്ചത് അത് നിങ്ങൾക്ക് തരും എന്ന് പറയും. ചെറിയൊരു കമ്മീഷൻ ഒഴിച്ചെന്ന് പറയും. 4,75,000 രൂപ എന്ന് പറയും. അപ്പോൾ 1,4 ലക്ഷം രൂപ ഞങ്ങൾക്ക് നഷ്ടമെന്ന് പറയും. നഷ്ടം എന്ന് പറയാൻ നിങ്ങൾ വെച്ചതല്ലല്ലോ, നിങ്ങൾ വെച്ച കാശല്ല, അത് നിങ്ങളുടെ ലാഭമല്ലേ എന്ന് പറയും. കിട്ടിയതായി എന്ന് പറയും. അങ്ങനെ നമ്മുടെ ദർശൻ സൈൻ ചെയ്ത് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഇപ്പോൾ ശരി നിങ്ങൾ SP ഓഫീസിലേക്ക് പൊക്കോ, അവിടെ ഇനി പൈസ ആയിട്ട് അയാൾ ഇരിക്കണേന്ന് പറയും. SP സാന്നിധ്യത്തിലായിരിക്കും പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ സാറേ ഫീസ് എന്ന് പറയുമ്പോൾ എനിക്ക് അതൊന്നും സാരമില്ല കാണാമെന്ന് പറയും. അല്ല സാറേ അത് പറഞ്ഞിട്ട് പോകാമെന്ന് പറയും. വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ ഫീസ് ചോദിച്ച് കറക്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ശരി വേദ അങ്ങനെ പറഞ്ഞോ, അങ്ങനെ ഉണ്ടെങ്കിൽ വേദോട് പറയും ഞാൻ ഫീസിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്തത്, ഇനി അഥവാ എനിക്ക് ഫീസ് ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അയാൾ പോകും. അപ്പോൾ വിനായകന് സന്തോഷമാവും, ഫീസൊന്നും മേടിച്ചില്ല. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, അയാൾക്ക് ഫീസ് വേണ്ട എന്ന് മാത്രം അല്ല. ഇതിൻ്റെ ഇടയിൽ വേറൊരു പ്രശ്നം കൊണ്ടുണ്ട്. ഇത് അവളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആളല്ലേ, ഈ ഫീസ് മേടിക്കേണ്ട, ഇനി ഫീസിനായിട്ടുള്ള പരിപാടിക്കുണ്ടെങ്കിൽ വിളിക്കേണ്ട എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം ഇപ്പോഴും അയാൾക്ക് അവളെ ഇഷ്ടമുണ്ടെന്നല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് ഈ നന്ദിനി നിൻ്റെ നാവുണ്ടല്ലോ, ഏതൊരു കാര്യത്തിനും നിൻ്റെ കൂട്ട് ഞാൻ നിന്നിട്ടുണ്ട്, പക്ഷേ ഇതുപോലുള്ള ചീഞ്ഞ അവിഹിതവും പറഞ്ഞ് വന്നാലാണ് നിൻ്റെ കരണക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കും, പോലീസ് സ്റ്റേഷനൊന്നും നോക്കൂല എന്ന് പറഞ്ഞിട്ട് വിനായകൻ അടിക്കാൻ ഓങ്ങുന്നുണ്ട്. ആകെ ചീറ്റി പോയല്ലോ എന്ന് പറയും. നടക്കടി അങ്ങോട്ട് എന്ന് പറയും. ഒരു ഓട്ടോ വിളിച്ച് പോയാലാന്ന് നോക്കുമ്പോൾ ഓട്ടോ ഒന്നും വേണ്ട, നീ അങ്ങോട്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവർ SP ഓഫീസിലേക്ക് പോകും. പിന്നീട് വിക്രമിനെ കാണിക്കുന്നത് നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ നിന്നാണ് വിളി വന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം എന്ന് പറയും. അങ്ങനെ താക്കോലൊക്കെ എടുത്ത് പോകാൻ നേരത്ത് വേദ വന്ന് തടയുന്നുണ്ട്. വേദ പറയും പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിൻ്റെ കാര്യങ്ങൾ നീ പറയുന്നത് അന്വേഷിച്ചിരിക്കുകയല്ല എന്ന് പറയും. എന്നാൽ എവിടെ പോകുമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞപ്പോൾ നിൻ്റെ അച്ഛനൊരു കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോഴോ എന്നൊക്കെ ചോദിക്കും. അതെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയെന്ന് പറയും. അങ്ങനെ അവർ ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് വേദ നമ്മുടെ ഇത് എടുത്ത് വയ്ക്കും, താക്കോൽ എടുത്ത് വയ്ക്കും. നിങ്ങൾ വലിയ കാര്യമായിട്ട് സഹകരണ ബാങ്കിൽ ലോൺ അടയ്ക്കാമെന്നൊക്കെ പറഞ്ഞില്ലേ, വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, ഗുണ്ടയായി നടന്നാൽ പോരാ, അത് അടയ്ക്കണം, നിങ്ങളെ കൊണ്ട് വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അതിന് പണിക്കൊക്കെ പോകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് താക്കോൽ വലിച്ച് മേടിക്കുന്നുണ്ട്. അതിനിടയിൽ ചെറിയൊരു റൊമാൻസും കൂടെ കാണിക്കുന്നുണ്ട്. താക്കോൽ മേടിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം ഒന്ന് ഇഷ്ടത്തോടെയൊക്കെ പെരുമാറുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ശ്രീനിവാസൻ്റെ വീടിന്. ശ്രീനിവാസൻ്റെ വീട്ടിൽ വിക്രത്തിൻ്റെ 2 കൂട്ടുകാരും അവിടെ ഉണ്ടായിരിക്കും, ആശാനും അതുപോലെ തന്നെ ജോസഫൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോട് ഇങ്ങനെ കണ്ണുകൊണ്ട് ചോദിക്കും എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറയും. അങ്ങനെ നമ്മുടെ
ശ്രീനിവാസൻ തൻ്റെ കഥകളൊക്കെ പറയുന്നു. അച്ഛന് ഇഷ്ടപ്പെടാണ്ട് ഞാൻ ഈ നിലയിലേക്ക് ആയതൊരു ഗുണ്ട പോലെയായിരുന്നു ഞാനും. രാഷ്ട്രീയക്കാരനായി. അച്ഛൻ നല്ല വായനാശീലമുള്ള ഒരാളായിരുന്നു. പാവപ്പെട്ട പാവപ്പെട്ടവനും പട്ടിണി പ്രാരാബ്ധക്കാരനായിട്ടും അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും എനിക്ക് വഴങ്ങാൻ പറ്റിയില്ല. ലാസ്റ്റ് ഞാനിങ്ങനൊരു ഗുണ്ടയും രാഷ്ട്രീയക്കാരനൊക്കെ ആയി. എൻ്റെ മനസ്സിൽ പൈസയും പ്രതാപമൊക്കെ മാത്രമായിരുന്നു. അച്ഛനെയൊക്കെ ഇത്ര നല്ലതാക്കാൻ നോക്കിയിട്ടും ഞാനായില്ല. അങ്ങനെ ഞാനിങ്ങനെ ആയപ്പോൾ എൻ്റെ അച്ഛൻ വീട് വിട്ടിറങ്ങി ഒരു അഗതി മന്ദിരത്തിൽ ഒറ്റമുണ്ടും ഒറ്റ തോർത്ത് കൊടുത്തും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ജീവിച്ചതും പണിയെടുത്ത് അദ്ദേഹം മരിച്ചതും. അവിടെ മരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ അനുവദിക്കരുതെന്ന്. എന്നാലും അച്ഛനല്ലേ, അതുകൊണ്ട് ഞാൻ പോയി. പക്ഷേ കാണാനേ പറ്റുള്ളൂ. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അവസാന ആഗ്രഹം എന്ന പോലെ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ എന്നെ സമ്മതിച്ചില്ല. അന്നാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കരഞ്ഞത്. കാരണം അച്ഛനായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾ ചിതയ്ക്ക് തീ കൊടുക്കുന്നുണ്ടപ്പോൾ എനിക്ക് വിഷമമായി. അങ്ങനെ അച്ഛൻ ശപിച്ചൊരു മകനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും അങ്ങനെ എൻ്റെ അച്ഛൻ എന്നെ ശപിച്ചു ഞാൻ ജീവിക്കുന്നു, നിൻ്റെ അച്ഛൻ നിന്നെ ശപിച്ച് നീ ജീവിക്കാൻ ഇടവരരുതെന്ന് പറഞ്ഞപ്പോൾ സാറേ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കണ്ട. അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരും. കൂടുതലൊന്നും പറയണ്ട. ഇനി ശ്രീനിവാസൻ്റെ ഇടം കൈയായോ വലം കൈയായോ ഗുണ്ടയായോ വിക്രം ഉണ്ടാവാൻ പാടില്ല. നിനക്ക് പോകാമെന്ന് പറയും. നിനക്കൊരു കുടുംബജീവിതമുണ്ട്. ഗുണ്ട എന്നുള്ള പേര് മാറ്റി നീ നല്ല നിലയിൽ ജീവിക്കണം. എനിക്കതാണ് ആഗ്രഹം. അതിനാണ് നിൻ്റെ കൂട്ടുകാർ സാക്ഷിയാവണം. അതിനാണ് ഇവരെയും കൂടി വിളിപ്പിച്ചതെന്ന് പറയും. സാറേ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറയണ്ട, നിനക്ക് പോകാമെന്ന് പറഞ്ഞ് അയാൾ നേരെ പോകും. അങ്ങനെ വിഷമായിട്ട് ഇങ്ങനെ വിക്രം നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ വിനായകനും നന്ദിനിയും വരും. അപ്പോൾ വരുമ്പോൾ അവരുടെ കയ്യിൽ പൈസ ഉണ്ട്. ഇതേ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എടി നിൻ്റെ കുശുമ്പുകൾക്കൊക്കെ ഞാൻ കൂട്ടുകാറും വഴക്കുണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത് നീ പറഞ്ഞ നല്ല കാര്യമല്ലേ, അതുകൊണ്ട് ഞാൻ ഇതിന് കൂട്ടുക്കുമെന്ന് പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വേദയൊക്കെ പച്ചക്കറി അരിയിന്, ശ്രീജ പപ്പടം വറക്കണ്, അമ്മ അവിടെ ഇരുന്ന് അരിയിലെ കല്ലൊക്കെ പറക്കുന്നുണ്ട്. ആ സമയത്ത് വിനായകൻ വന്നിട്ട് ചോദിക്കും, വിശേട്ടനാ വന്ന് ചോദിക്കും. ശ്രീചേട്ടത്തി വിശേഷണമെന്ന് വിളിക്കാൻ പറയും. ഞാനിവിടെ ഉണ്ടാ എന്താന്ന് ചോദിക്കും. അല്ല സഹകരണ ബാങ്ക് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, സഹകരണ ബാങ്കിലെ ലോൺ ഒറ്റയ്ക്ക് വിക്രം അടയ്ക്കാമെന്ന് പറഞ്ഞില്ലേ, അതെന്തായാലും നടക്കൂലെന്ന് എനിക്കറിയാം. എടാ നീ അടയ്ക്കാൻ പോണോ, നല്ല കാര്യോടാന്നറിയും. അയ്യടാ നല്ല കാര്യം, ഞാനേ പറഞ്ഞ പോലെ തന്നെ ചെയ്യുള്ളൂ, ഇതാ 4/1 ഷെയർ എന്നും പറഞ്ഞിട്ട് വിനായകൻ്റെ ഷെയർ അവിടെ വെക്കും. ആ 500 നോട്ടിൻ്റെ ഇടയിൽ ഒരു 10 രൂപ വരെയും ഉണ്ടാവും. അങ്ങനെ കമലാമ്മ ആ പൈസയിലേക്കും വിക്രമിനെയും കൂടെ സൂക്ഷിച്ച് നോക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.